Good morning, all. Good morning, ma'am. Good morning, ma'am. കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയോ എല്ലാവരും ഡിസാസ്റ്റർ മാനേജ്മെന്റ്? ക്ലിയർ ആണോ? ഓക്കെ. എങ്ങനെയുണ്ട് ചാപ്റ്റർ? എങ്ങനെയുണ്ട് സ്റ്റാർട്ടിങ് എങ്ങനെയുണ്ട് ചാപ്റ്റർ? വായിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ ആണല്ലേ? ഓക്കെ. എന്തുപറ്റി? സ്ട്രെങ്ത് ഒക്കെ ഇപ്പൊ കുറവാണല്ലോ. 37 പേര്, 40 പേര്, 45 പേര്. 75 എബവ് ഉണ്ടായിരുന്നതാണ് നിങ്ങളുടെ സ്ട്രെങ്ത്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിൽ 100 എബവ് ആയിരുന്നു. എന്തുപറ്റി? എല്ലാരും ബിസിയാണോ? പരമാവധി ക്ലാസ്സുകളൊക്കെ ജോയിൻ ചെയ്യാം കേട്ടോ. ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് കാണാം കേട്ടോ. ഓക്കെ. കഴിഞ്ഞ ദിവസം എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലാസ് എടുത്തോട്ടെ, കണ്ടിന്യൂ ചെയ്യട്ടെ? ഓക്കെ. നീഡ് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഇൻ ഹോസ്പിറ്റൽ അല്ലേ? അതല്ലേ മിസ് എടുത്തത്? ഹോസ്പിറ്റലില് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ കൊണ്ടുള്ള ആവശ്യം എന്താണ് അല്ലെ? എന്താണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. എന്താണ് ആവശ്യം? ജസ്റ്റ് ഓരോ പോയിന്റ് ആയിട്ട് പറഞ്ഞേ. ആർക്ക് പറയാൻ പറ്റും? അതൊന്ന് മിസ് കഴിഞ്ഞ ദിവസം എടുത്തത് ആർക്ക് പറയാൻ പറ്റും? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ, മിസ് ചോദിക്കാം. വീഡിയോ മൈക്ക് ഓൺ ആക്കി തരാം. ഹാൻഡ് റൈസ് ചെയ്തേ ഒരാള്. നിങ്ങൾക്ക് മനസ്സിലായത് പറഞ്ഞാൽ മതി. മിസ് പേരെടുത്ത് വിളിക്കണോ അതോ ഒരാള് വരുമോ? മുന്നോട്ട് വരുമോ? എന്താ ചെയ്യണ്ടേ? മിസ് വിളിക്കട്ടെ? പേര് പറയട്ടെ? കഴിഞ്ഞ ദിവസം ഉണ്ടായില്ല. ഓക്കെ. ഉണ്ടായിരുന്നവരൊന്ന് പറഞ്ഞേ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ കൊണ്ട് ഹോസ്പിറ്റലിലെ ആവശ്യം എന്താണ്? എല്ലാവരും ഓക്കെ ആണെന്ന് പറഞ്ഞല്ലോ. ക്ലിയർ ആണ്? ഓക്കെ ആണ്. ടൈം പോണ്. ഒരാള് പറ. പ്രോപ്പർ പ്ലാൻ ആൻഡ് പ്രിപ്പയർഡ് ഫോർ ലാർജ് ക്രൗഡ് ഓഫ് എമർജൻസി അല്ലെ? എന്താണ്? ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് വരുത്തുന്നുണ്ട്? ഹോസ്പിറ്റലില് ഒരു സാധാരണ ഉള്ളതിൽ കൂടുതൽ ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവരും അല്ലെ? അപ്പൊ എന്ത് പറ്റും? അവിടെ എന്താണ്? റിസോഴ്സുകളുടെ അഭാവം ഉണ്ടാവും അല്ലെ? മെഡിസിനുകളുടെ, എക്യുപ്മെന്റുകളുടെ, പിന്നെ എന്താണ്? ഡോക്ടേഴ്സിന്റെ, സ്റ്റാഫുകളുടെ അല്ലെ? ഒരുപാട് എന്താണ്? റിസോഴ്സുകളുടെ, സ്റ്റാഫുകളുടെ ഒക്കെ അഭാവം ഉണ്ടാവും അല്ലെ?
കൂടാതെ എന്താണ് അവിടെ സ്ഥലപരിമിതികൾ ഉണ്ടായിരിക്കോ? സ്ഥലപരിമിതികൾ ഉണ്ടായിരിക്കോ? ഒരു കുറെ പേഷ്യൻസിനെ കൊണ്ടുവന്നാല് അവര് ഒന്നിച്ച് അക്കോമഡേറ്റ് ചെയ്യുന്നതിന് വേണ്ട സ്ഥലപരിമിതികൾ ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് ഇവര് നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഓരോ കാര്യങ്ങളും തീരുമാനിച്ചു വെക്കും അല്ലെ? ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ അല്ലെ എങ്ങനെയായിരിക്കണം കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടത് അല്ലെ? നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള ബെഡുകളുടെ അവൈലബിലിറ്റി വർദ്ധിപ്പിക്കാം, എന്താണ് ഹോസ്പിറ്റലിന്റെ റിസോഴ്സുകളുടെ അഭാവം നമുക്ക് ഏതൊക്കെ രീതിയിൽ സോൾവ് ചെയ്യാം അല്ലെ? പിന്നെ എന്താണ് സ്റ്റാഫുകളുടെ കുറവ്, ഏതെല്ലാം രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സോൾവ് ചെയ്യാൻ സാധിക്കും അല്ലെ? കൂടുതൽ അഡീഷണൽ ആയിട്ട് എങ്ങനെ സ്റ്റാഫുകളെ നമുക്ക് ആ സമയത്ത് അപ്പോയിന്റ്മെന്റ് ചെയ്യാം അല്ലെ, നിയമിക്കാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഇവര് മുൻകൂട്ടി തയ്യാറാക്കുന്നതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ. ക്ലിയർ ആയോ? അപ്പൊ എന്താണ്, അപ്പൊ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു, ഒരു ഹോസ്പിറ്റലിൽ ഒരു 500-600 പേഷ്യൻസിനെ കൊണ്ടുവന്നാൽ അവരെങ്ങനെ നടത്തും പ്രവർത്തനങ്ങള്? ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ അനുസരിച്ച് അവർ പ്രാവർത്തികമാക്കും അല്ലെ? നിങ്ങൾക്ക് പഠിക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് സ്റ്റാഫുകളുടെ എങ്ങനെയാണ് അവർ കണ്ടെത്തുന്നത്, റിസോഴ്സുകൾ എങ്ങനെ അവരെ കൂടുതലായിട്ട് അവർക്ക് ലഭ്യമാകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഇത് മനസ്സിലാക്കുക. ഓക്കെ ആണോ? ഒരു ഹോസ്പിറ്റൽ ആണ് അല്ലെ ഒരു ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചറിലെ ക്രൂഷ്യൽ റോള് വഹിക്കുന്നത് അല്ലെ? ഇപ്പൊ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദുരന്തം, മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ് സംഭവിച്ചു. അപ്പൊ ആ ഒരു ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചറിൽ കൂടുതൽ ഇമ്പോർട്ടന്റ് ആർക്കാ കൊടുക്കേണ്ടത്? ഹോസ്പിറ്റലിനല്ലേ? പേഷ്യൻസിനെ കൊണ്ടുവരുന്നത് എങ്ങോട്ടാണ്? ഹോസ്പിറ്റലിലേക്കായിരിക്കും അല്ലേ? ക്ലിയർ ആയോ? അപ്പൊ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഉണ്ടെങ്കിൽ എന്താണ്, ഒരു സ്ഥലത്ത് ഒരു ഡിസാസ്റ്റർ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാല്, ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാല് അതിനു വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ലഭിക്കുന്നുണ്ടോ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ അനുസരിച്ച്? ഉണ്ടോ? ഇല്ലോ? എന്താണ് അതിനു വേണ്ടി അല്ലെ? എന്താണ് ആരൊക്കെ ആയിരിക്കണം അല്ലെ അതിനു വേണ്ട റെസ്പോൺസിബിലിറ്റീസ് അല്ലെ? ആരൊക്കെ ആയിരിക്കണം അതിന് ഉത്തരവാദിത്തപ്പെട്ട സ്റ്റാഫുകൾ അല്ലെ? ആരൊക്കെ ഇതിനു വേണ്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ട മേൽനോട്ടം വഹിക്കണം അല്ലെ? ഒരുപാട് കാര്യങ്ങളില്ലേ? റിസോഴ്സുകൾ ആരായിരിക്കണം അല്ലെ ലഭ്യമാക്കേണ്ടത്? ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ ആര് ലഭ്യമാക്കണം അല്ലെ? പിന്നെന്താണ്, ഹോസ്പിറ്റലിൽ ഒരു അടിയന്തര സിറ്റുവേഷൻ, ഒരു ഡിസാസ്റ്റർ അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണ്ടേ? റിസോഴ്സുകൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണം അല്ലെ? അത് ആരാണ് അറേഞ്ച് ചെയ്യേണ്ടത്? പേഷ്യൻസിന്റെ സേഫ്റ്റി ആരാണ് നോക്കേണ്ടത് അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോരുത്തർക്ക് റെസ്പോൺസിബിൾ ആക്കി കൊടുക്കുകയാണ് അല്ലെ? ഉത്തരവാദിത്വം എന്താണ് ഓരോരുത്തർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ അനുസരിച്ച്. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാല് എന്താണ്, ഒരു എമർജൻസി സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നു അല്ലെ? അതിന് വേണ്ട പ്രവർത്തനങ്ങൾ ഇവർ ചെയ്യുന്നു. അപ്പൊ അവർക്ക് കറക്റ്റ് രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ അനുസരിച്ച്? അവർക്ക് കൂടുതൽ ഇഫക്റ്റീവായി ചെയ്യാൻ സാധിക്കും അല്ലെ? ഓരോ പ്രവർത്തനങ്ങളും ചെയ്യാൻ സാധിക്കോ? അവർക്ക് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ അനുസരിച്ച് എല്ലാ പ്രവർത്തനങ്ങളും അവർക്ക് എന്താണ്, കൂടുതൽ ഇഫക്റ്റീവായി അല്ലെ, കൂടുതൽ എഫിഷ്യന്റ് ആയി ചെയ്യാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? നീഡ് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ. ഓക്കെ, നെക്സ്റ്റ് ഫേസ് ഓഫ് ഡിസാസ്റ്റർ. ഡിസാസ്റ്ററിന്റെ ഫേസുകൾ ഏതൊക്കെയാണ്? നമുക്ക് ഡിസാസ്റ്ററിന്റെ 3 ഫേസുകളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് പ്രീ ഡിസാസ്റ്റർ ഫേസ്, എന്താണ് ഡിസാസ്റ്ററിന് മുമ്പുള്ള ഘട്ടം അല്ലെ? നെക്സ്റ്റ് എന്താണ്, രണ്ടാമത്തേത് ഏതായിരിക്കും?
ഡിസാസ്റ്റർ ഫേസ് അല്ലെ, ഡിസാസ്റ്റർ സംഭവിക്കുന്ന ആ ഒരു ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഘട്ടം. നെക്സ്റ്റ് പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്, ഡിസാസ്റ്ററിന് ശേഷമുള്ള ഘട്ടം. അപ്പൊ പ്രീ ഡിസാസ്റ്റർ ഫേസിൽ എന്താണ്? ഇവാലുവേറ്റ് റിസ്ക് ആൻഡ് ട്രെയിനിങ് പീപ്പിൾ ബിഫോർ എ ഡിസാസ്റ്റർ ഹിറ്റ്സ്. എന്താണ്? ഒരു ഡിസാസ്റ്റർ ഹിറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, അടിക്കുമ്പോൾ അവരെന്താണ് ആ റിസ്ക്, ആ ഡിസാസ്റ്റർ കൊണ്ടുള്ള അപകടങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാം. പിന്നെ എന്താണ്? പീപ്പിൾസിന് വേണ്ട ട്രെയിനിങ്ങുകൾ കൊടുക്കുക അല്ലെ. അപ്പൊ അതെങ്ങനെയാ, അതെപ്പോഴായിരിക്കും കൊടുക്കുന്നത്? ആദ്യം തന്നെ കൊടുക്കും അല്ലെ, അല്ലെ? ഒരു ഡിസാസ്റ്റർ നടക്കുന്നതിന് മുമ്പ് കൊടുക്കണ്ടേ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ്ങുകള്? പിന്നെ എന്താണ്? ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാല് അതിന്റെ അപകടങ്ങൾ അല്ലെ ഇത്രത്തോളം ഉണ്ടാകാം അല്ലെ, അങ്ങനെയല്ലേ? ഇപ്പൊ നമുക്ക് ഒരു തവണ നമുക്ക് സുനാമി അല്ല, ഫ്ലഡ് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാകുന്നത് അല്ലെ. അത് എത്രത്തോളം എഫക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു ഗവൺമെന്റ്? പിന്നീട് എന്ത് ചെയ്ത് അതിനുവേണ്ടി ഒരുപാട് പ്ലാനുകൾ തയ്യാറാക്കിയില്ലേ? അത്രത്തോളം ആളുകളെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്ലാനുകൾ തയ്യാറാക്കി അല്ലെ. അപ്പൊ അതെപ്പോഴാണ് ചെയ്യുന്നത്? പിന്നീട് അത് വരുന്നതിന് മുമ്പ് തന്നെ ഒരു പ്ലാൻ ചെയ്യില്ലേ? ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ എന്താണ് ഫ്ലഡ് വരുന്നതിന് മുമ്പ് തന്നെ പ്ലാൻ ചെയ്യും അല്ലെ. അപ്പൊ അതേപോലെ ഡിസാസ്റ്ററിന് വേണ്ട ട്രെയിനിങ്ങുകള്, അതിനു വേണ്ട പ്ലാനിങ്ങുകള്, ആസൂത്രണങ്ങള് തയ്യാറാക്കേണ്ടത് എപ്പോഴാണ്? ഡിസാസ്റ്റർ കഴിഞ്ഞിട്ടാണോ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്? അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ അല്ല അല്ലെ, എന്താണ് മുമ്പ് തന്നെ അല്ലെ. അപ്പൊ എന്താ പ്രീ ഡിസാസ്റ്റർ ഫേസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? ഇവാലുവേറ്റ് റിസ്ക് അല്ലെ. ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാല് എന്തെല്ലാം അപകടങ്ങൾ ഉണ്ടാകാം അല്ലെ, അത് ഇവാലുവേറ്റ് ചെയ്യുക, വിലയിരുത്തുക. കൂടാതെ എന്താണ് അതിനു വേണ്ടി പീപ്പിൾസിന് വേണ്ട ട്രെയിനിങ്ങുകൾ കൊടുക്കുക. ക്ലിയർ ആയോ? നെക്സ്റ്റ് പറയുന്നത് ഡിസാസ്റ്റർ ഫേസ്. ഡിസാസ്റ്റർ ഫേസ് എപ്പോഴാണ്? ആ ഡിസാസ്റ്റർ സംഭവിക്കുന്ന സമയത്തുള്ള പീരീഡ് ആണ് ഡിസാസ്റ്റർ ഫേസ്. ക്ലിയർ ആയോ? ഡിസാസ്റ്റർ ഫേസ് എന്ന് പറഞ്ഞാല് ആ ഒരു ദുരന്തം സംഭവിക്കുന്ന ആ സമയം, ആ ടൈം പീരീഡിനെയാണ് ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത്. പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ് എന്ന് പറഞ്ഞാല് ആ ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാണാം? ആ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ അനുസരിച്ച് പ്രവർത്തനങ്ങൾ നടത്തണം അല്ലെ ഹോസ്പിറ്റലില്. ആണോ? പിന്നെ എന്താണ് അതുമായി ബന്ധപ്പെട്ട ഒരു മിനിറ്റ് കേട്ടോ. പിന്നെ എന്താണ് പേഷ്യൻസിന് വേണ്ട ട്രീറ്റ്മെന്റുകൾ കൊടുക്കണോ? ട്രയേജ് കൊടുക്കണം, ട്രീറ്റ്മെന്റുകൾ കൊടുക്കണം അല്ലെ. കൊടുക്കണോ? പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസിലല്ലേ അതൊക്കെ കൊടുക്കുന്നത്. പിന്നെ എന്തൊക്കെ നടക്കാം? പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ്? ഇവാക്യുവേഷൻ അല്ലെ. ഡിസാസ്റ്റർ കഴിഞ്ഞു അല്ലെ, ഡിസാസ്റ്റർ സംഭവിച്ചു, പേഷ്യൻസിന് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുത്തു, ട്രയേജ് കൊടുത്തു, പേഷ്യൻസിനെ എല്ലാവരെയും ബെറ്റർ ആക്കി. അതിനുശേഷം എന്താണ്? ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസിനെ ഒഴിപ്പിക്കണം അല്ലെ. ഇവാക്യുവേഷൻ പ്രോസസ് നടക്കണോ? അതല്ലാണ്ട് എന്താണ് ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഒരുപാട് ആളുകൾ വരില്ലേ, പബ്ലിക്കുകൾ വരും അല്ലെ, പൊതുജനങ്ങൾ വരും. പിന്നെ എന്താണ് മീഡിയാസ് ഉണ്ടാവും അല്ലെ. മീഡിയാസ് വരും ന്യൂസ് കവറേജിന്, മീഡിയാസ് വരും. പിന്നെ എന്താണ് ഒരുപാട് പേഷ്യൻസ് വരും, പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം ഒഴിപ്പിക്കണ്ടേ? ഇവാക്യുവേഷൻ പ്രോസസ് നടത്തണം അല്ലെ ഹോസ്പിറ്റലില്. അപ്പൊ അതൊക്കെ നടക്കുന്നത് എപ്പോഴാണ്? പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസില്. നിങ്ങൾക്ക് ഓരോന്നും പഠിക്കാനുണ്ട് കേട്ടോ. മിസ് അപ്പൊ ഒന്നുകൂടി വിശദീകരിച്ചു തരാം. ഇപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആയോ? നെക്സ്റ്റ്
പ്രീ ഡിസാസ്റ്റർ ഫേസ്. പ്രീ ഡിസാസ്റ്റർ ഫേസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയേ? പ്ലാനിങ്. മോസ്റ്റ് ഓഫ് ദ ഇവാലുവേഷൻ ആൻഡ് പ്ലാനിങ് ഈസ് പെർഫോംഡ് ഇൻ ദ പ്രീ ഡിസാസ്റ്റർ ഫേസ്. ദ ഹോസ്പിറ്റൽ പ്ലാൻസ് ആർ പ്രിപ്പയർഡ്. എന്താണ് മോസ്റ്റ് ഓഫ് ദ ഇവാലുവേഷൻ? ഒരു ഡിസാസ്റ്ററിനെ കുറിച്ചുള്ള കൂടുതൽ വിലയിരുത്തൽ അല്ലെ? മോസ്റ്റ് ഓഫ് ദ ഇവാലുവേഷൻ ആൻഡ് പ്ലാനിങ്. എന്താണ്? ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാല് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ആസൂത്രണം ചെയ്യൂലേ? പ്ലാൻ ചെയ്യൂലേ? എന്തൊക്കെ പ്രവർത്തനങ്ങൾ അവര് ചെയ്യണം അല്ലെ? ആണോ? അപ്പൊ അങ്ങനെയുള്ള പ്ലാനിങ് ഒക്കെ നടക്കുന്നത് ഏത് സമയത്താണ്? പ്രീ ഡിസാസ്റ്റർ ഫേസിലാണ്. ദ ഹോസ്പിറ്റൽ പ്ലാൻ ആർ പ്രിപ്പയർഡ്. ഈ പ്രീ ഡിസാസ്റ്റർ ഫേസിലാണ് എമർജൻസി പ്ലാനിലെ ഹോസ്പിറ്റൽ എമർജൻസി പ്ലാൻ തയ്യാറാക്കുന്നത് ഈ പ്രീ ഡിസാസ്റ്റർ ഫേസിലാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിക്ക് മുമ്പ് ഒന്ന് പ്ലാൻ ചെയ്യോ? എത്ര പേരെ വിളിക്കണം അല്ലെ? ഒരു എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ. എത്ര പേരെ വിളിക്കണം അല്ലെ? എന്തൊക്കെ ഫുഡുകൾ കൊടുക്കണം അല്ലെ? നമ്മ പ്ലാൻ ചെയ്യാറുണ്ടോ? വരുന്നവർക്ക് എന്ത് ഫുഡ് കൊടുക്കണം അല്ലെ? പരിപാടി എപ്പോ നടത്തണം അല്ലെ? ഫംഗ്ഷൻ എപ്പോ കണ്ടക്ട് ചെയ്യണം അല്ലെ? അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഒരു പ്ലാൻ ചെയ്യുമല്ലോ. അതെപ്പോഴാണ് നടത്തുന്നത്? പ്ലാൻ ചെയ്യുന്നത് ഫംഗ്ഷന് മുമ്പാണ് അല്ലെ? ഒരു ഫംഗ്ഷന് മുമ്പല്ലേ? അപ്പൊ എന്തൊക്കെയായിരിക്കും പ്രീ ഡിസാസ്റ്റർ ഫേസിൽ? നമ്മുടെ ഡിസാസ്റ്ററിന്റെ മുമ്പുള്ള ഘട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കും ഒന്ന് പറഞ്ഞേ. മിസ് പറഞ്ഞു എന്താണ്? നമ്മുടെ ഡിസാസ്റ്ററിനെ കുറിച്ചുള്ള വിലയിരുത്തല്. പിന്നെ കൂടാതെ എന്താണ്? എമർജൻസി മാനുവൽ അല്ലെ? എമർജൻസി പ്ലാനുകൾ പ്രിപ്പയർ ചെയ്യുന്നതും പ്ലാനിങ് സമയത്ത് പ്രീ ഡിസാസ്റ്റർ ഫേസിലാണ്. പിന്നെന്താണ്? ട്രെയിനിങ് കൊടുക്കണോ സ്റ്റാഫുകൾക്ക്? അല്ലേ? ഓരോ ഡിസാസ്റ്റർ അല്ലെ? ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെ? തീ അണക്കുന്നതിന് വേണ്ടി അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അല്ലെ? ഒരു ഗ്യാസ് ലീക്കേജ് ഉണ്ടായാൽ അല്ലെ? അതല്ലെങ്കിൽ എന്താണ്? ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ ഡ്രയേജ് കൊടുക്കണം അല്ലെ? ആണോ? മോക്ക് ഡ്രില്ല് പോലെ അല്ലെ? മോക്ക് ഡ്രില്ലുകളൊക്കെ പോലെ എന്താണ്? ഇവർക്ക് വേണ്ട ട്രെയിനിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലിയർ ആയോ? മിസ് എടുക്കുമ്പോ നിങ്ങൾക്ക് ഇതന്നെ ഉള്ളൂ കേട്ടാ. ഇത്രയും കാര്യങ്ങളാണ് പ്രീ ഡിസാസ്റ്റർ ഫേസിൽ പറയുന്നത്. നോക്കിയേ, പ്രിപ്പറേഷൻ ഓഫ് റിട്ടേൺ ഡിസാസ്റ്റർ മാനുവൽ. നമ്മൾ പറഞ്ഞു എന്താണ്? ഹോസ്പിറ്റൽ പ്ലാൻ തയ്യാറാക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ? അവരെന്താണ്? നമുക്ക് വായ്മൊഴിയിലൂടെ ഒരു പ്ലാൻ തയ്യാറാക്കിയാൽ മതിയോ? റിട്ടേൺ ആയിട്ടുള്ള ഒരു മാനുവൽ വേണം അല്ലെ? ഓരോരുത്തർക്കും ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ട് അല്ലെ? നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു റിട്ടേൺ ആയിട്ടുള്ള മാനുവൽ പ്രിപ്പയർ ചെയ്യണ്ടേ? ഏതൊക്കെ ആളുകൾ ഉൾപ്പെടുത്തണം അല്ലെ? ഡിസാസ്റ്റർ കമ്മിറ്റിയില് ആരൊക്കെ ഉൾപ്പെടുത്തണം അല്ലെ? അവരുടെ ഡ്യൂട്ടീസ് എന്തായിരിക്കണം അല്ലെ? റെസ്പോൺസിബിലിറ്റീസ് എന്തായിരിക്കണം? അവർ എന്താണ്? റൂൾസ് എന്തായിരിക്കണം അല്ലെ? നിയമങ്ങൾ എന്തായിരിക്കണം അല്ലെ? ഏതൊക്കെ ഏരിയാസിലായിരിക്കണം നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് അല്ലെ? ആണോ? പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോൾ ട്രീറ്റ്മെന്റ് ആരൊക്കെ കൊടുക്ക, ഏതൊക്കെ ഏരിയാസിലായിരിക്കണം അല്ലെ കൊടുക്കേണ്ടത്? അപ്പൊ പ്രിപ്പറേഷൻ ഓഫ് റിട്ടേൺ ഡിസാസ്റ്റർ മാനുവൽ. Okay, the hospital disaster plan has to be written down in a document form and copies of the same have to be available in all the areas of the hospital. എന്താണ്? അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു അല്ലെ? പ്ലാനിങ്ങിൽ പറഞ്ഞു എന്താണ്? നമ്മ ഡിസാസ്റ്ററിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് പ്ലാനിങ് ആസൂത്രണങ്ങൾ തയ്യാറാക്കുന്നു അല്ലെ? കൂടാതെ എന്താണ്? ഹോസ്പിറ്റൽ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നു, തയ്യാറാക്കുന്നു. പിന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഈ പ്രിപ്പയർ ചെയ്ത പ്ലാൻ എന്ത് ചെയ്യണം? റിട്ടേൺ ആയിട്ടുള്ള ഡോക്യുമെന്റ് ആക്കണം അല്ലെ? ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ എന്താണ്? അതിനു വേണ്ടി ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടാവുമല്ലോ ഹോസ്പിറ്റൽ ഒരു പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കമ്മിറ്റി രൂപീകരിക്കാനായിട്ട് ഉണ്ടാവോ? ഓതറൈസ്ഡ് പേഴ്സൺസ്, മാനേജ്മെന്റ് ഉണ്ടായിരിക്കും അല്ലെ? ഓരോ കാര്യങ്ങളും തീരുമാനിക്കാനായിട്ട്. അപ്പൊ അവരെടുത്ത ഈ തീരുമാനങ്ങള് അവരുടെ ഇടയിൽ തന്നെ നിന്നാ മതിയോ?
ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാല് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് അവരൊരു ടേബിൾ ഇട്ട് കുറച്ചു പേര് കൂടി മീറ്റിംഗ് കൂടിയിട്ട് അവരുടെ ഇടയിൽ മാത്രം തന്നാൽ മതിയോ ആ തീരുമാനങ്ങള് ഡിസിഷൻസ്? പോരാ അല്ലെ? അതെന്ത് ചെയ്യണം? ഹോസ്പിറ്റൽ എല്ലാ സ്റ്റാഫുകൾ അറിയണ്ടേ? എല്ലാ ഏരിയയിലുള്ള സ്റ്റാഫുകൾക്ക് ഇൻഫോം കൊടുക്കണ്ടേ? ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലെ? നടപ്പിലാക്കണം. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഇവര് തീരുമാനിച്ച ഈ ഹോസ്പിറ്റൽ എമർജൻസി പ്ലാനുകള് തയ്യാറാക്കിയിട്ട് അതെന്ത് ചെയ്യുന്നുണ്ട്? റിട്ടേൺ ആയിട്ട് ഡോക്യുമെന്റ് ആക്കിയിട്ട് ഹോസ്പിറ്റലിലെ എല്ലാ ഏരിയാസിലേക്കും ലഭ്യമാക്കുന്നു. ക്ലിയർ ആയോ? അപ്പൊ അറിയാൻ പറ്റുമല്ലോ, ആ ഒരു മാനുവൽ വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റുമല്ലോ, ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാല് ആ ഒരു ഏരിയാസിലെ സ്റ്റാഫുകളുടെ ഡ്യൂട്ടീസ് എന്താണ് അല്ലെ? ആണോ? ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള പ്രവർത്തനം എന്തായിരിക്കണം അല്ലെ? ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാല് ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്തായിരിക്കണം അല്ലെ? റൂൾസ് എന്തായിരിക്കും അല്ലെ? അതൊക്കെ എല്ലാ സ്റ്റാഫുകൾക്ക് അറിയാൻ പറ്റുമോ? ഇങ്ങനെയുള്ള റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാലോ? അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യാം? റിട്ടേൺ ആയിട്ടുള്ള ഡിസാസ്റ്റർ മാനുവൽ തയ്യാറാക്കി അത് എല്ലാ ഏരിയാസിലേക്കും ലഭ്യമാക്കി കൊടുക്കുക. ക്ലിയർ ആയത്? ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. സ്റ്റാഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? പ്രീ ഡിസാസ്റ്റർ ഫേസിലാണ് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്ക് വേണ്ട അറിവ് അല്ലെ? ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള എഡ്യൂക്കേഷനും അതിനുവേണ്ട ട്രെയിനിങ്ങുകൾ പരിശീലനങ്ങളും നൽകുന്നത്. Okay, it is very necessary for the staff to know about and get trained in using the hospital disaster or emergency manual. ഒരു എമർജൻസി മാനുവൽ തയ്യാറാക്കിയിട്ട് അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയില്ലേ? ഓരോ സ്റ്റാഫുകളും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെ? ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ ഓരോരുത്തരും എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം അല്ലെ? അത് ജസ്റ്റ് അവർക്ക് വായ്മൊഴിയിലൂടെ അതല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് കൊടുത്താൽ മതിയോ? CPR കൊടുക്കേണ്ടത്, അതല്ലെങ്കിൽ സ്റ്റാഫ് പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ തിരക്ക്, ഓവർ ക്രൗഡ് അല്ലെ? തിരക്ക് നിയന്ത്രിക്കേണ്ടത്, അതൊക്കെ അവർക്ക് വെറുതെ പറഞ്ഞു കൊടുത്താൽ മതിയോ? ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്താൽ മതിയോ? പോരാ അല്ലെ? അതിനുവേണ്ടി ട്രെയിനിങ്ങുകൾ കൊടുക്കണ്ടേ? ഇപ്പൊ നിങ്ങൾക്ക് എക്സാം ജസ്റ്റ് പറയാണ്, എക്സാം ഇങ്ങനെയായിരിക്കും, എന്താണ് ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആൻസർ ഉണ്ടായിരിക്കും. നിങ്ങൾ അത് ട്രെയിൻ ചെയ്താൽ നിങ്ങൾ അതെന്താണ് ടിക്ക് ചെയ്താൽ മതി. ചിലപ്പോ നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് ടെൻഷൻ ആയിരിക്കും, ആ ഒരു എക്സാം വരുന്നവരെ നിങ്ങൾക്ക് ഒരു ടെൻഷൻ ആയിരിക്കുമല്ലോ, എങ്ങനെയാ ചെയ്യേണ്ടത് അല്ലെ? പക്ഷെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ ഓരോ ദിവസവും തരുന്ന മോക്ക് ടെസ്റ്റുകളുടെ നിങ്ങൾക്ക് കുറെ ടെൻഷൻ കുറയ്ക്കാൻ പറ്റിയിട്ടില്ലേ? എക്സാമിന്റെ സമയത്തുള്ള എങ്ങനെ അറ്റൻഡ് ചെയ്യണം അല്ലെ? ഇല്ലേ? അപ്പൊ എന്താണ്, സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ അവർ ആ സ്ട്രെസ് അല്ലെ കുറയ്ക്കാൻ സാധിക്കുമോ? അപ്പൊ അവർക്ക് എന്താണ്, ആ ഒരു സംഭവം, ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാല് അവർക്ക് അത് കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമല്ലോ? ഒരുപാട് ട്രെയിനിങ്ങുകൾ ലഭിക്കുമോ? കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് അവർക്ക് ഹാൻഡിൽ ചെയ്യാം അല്ലെ? കൈകാര്യം ചെയ്യാൻ പറ്റില്ലേ? Okay, okay. It is necessary for staff to know about എന്താണ് ഇത് നെസസറി ആയിട്ടുള്ള അല്ലെ, നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? പേഷ്യന്റ് സ്റ്റാഫുകൾക്ക് ഈ ഡിസാസ്റ്റർ അല്ലെങ്കിൽ എമർജൻസി മാനുവൽ പ്ലാനിനെ കുറിച്ചുള്ള അറിവും പിന്നെ എന്താണ് അവർക്ക് ട്രെയിനിങ്ങുകളും നൽകുക എന്നുള്ളത്. റെഗുലർ സ്റ്റാഫ് ട്രെയിനിങ് ബൈ ആപ്റ്റ് ഡ്രിൽ ഷുഡ് ബി പെർഫോംഡ് ഇൻ ദിസ് ഫേസ്. എന്താണ് റെഗുലർ ആയിട്ടുള്ള സ്റ്റാഫ് ട്രെയിനിങ്ങുകളും ആപ്റ്റ് ഡ്രിൽസ് അല്ലെ, ഉചിതമായിട്ടുള്ള ഡ്രിൽസുകള് പരിശീലനങ്ങൾ കൊടുക്കുന്നതും ഏത് സമയത്താണ്? ഈ പ്രീ ഡിസാസ്റ്റർ ഫേസിലാണ് അല്ലെ? ഇപ്പൊ നമുക്കറിയാം എന്താണ്, ഒരു ഡിസാസ്റ്റർ, ഒരു തീപിടുത്തം ഉണ്ടായാല് അത് അടയ്ക്കുന്നതിന് വേണ്ട കുറെ കാര്യങ്ങളില്ലേ? ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഉണ്ട് അല്ലെ?
ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് അല്ലേ? ആ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് നമ്മൾ ഒരു തവണ യൂസ് ചെയ്യാണ്ട് പെട്ടെന്ന് നമുക്ക് അത് ഉപയോഗിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ? അതെങ്ങനെ പുൾ ചെയ്യണം അല്ലെ? അതെങ്ങനെ പുഷ് ചെയ്യണം? അതെങ്ങനെ എടുക്കണം അല്ലെ? അതെങ്ങനെ പ്രയോഗിക്കണം? ആ ഫയറിനെതിരെ എങ്ങനെ പ്രയോഗിക്കണം എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റോ? അറിയാൻ പറ്റോ? ഇല്ല. അപ്പൊ എന്താ, സ്റ്റാഫുകൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള അല്ലെ, ഉചിതമായിട്ടുള്ള പരിശീലനങ്ങളെല്ലാം നൽകുന്നത് ഈ ഫേസിലാണ്, പ്രീ ഡിസാസ്റ്റർ ഫേസിലാണ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് പറയുന്നത്, once the disaster plan gets ready, the next stage would be education and the training of the staff of the hospital about the plan and specific role of each staff members in the event of a disaster. എന്താണ്? ഫസ്റ്റ്, once the disaster plan gets ready, disaster plan ready ആയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ആ ഡിസാസ്റ്റർ പ്ലാനിനെ കുറിച്ച് സ്റ്റാഫുകൾക്ക് വേണ്ട അറിവ് കൊടുക്കണം അല്ലെ? ഡിസാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് അല്ലെ? അതിൽ ഇന്ന കാര്യങ്ങളാണ് അല്ലെ, ഇന്ന ഇൻഫോർമേഷൻസ്, ഇന്ന വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ? വേണ്ടേ? ഓരോ സ്റ്റാഫുകൾക്കുമുള്ള റോള് കൊടുക്കണം അല്ലെ? ഇല്ലേ? മെഡിക്കൽ ഓഫീസർക്ക് എന്തൊക്കെ ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ട് അല്ലെ? സൂപ്രണ്ടിന് എന്തൊക്കെ എന്താണ് ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ട് അല്ലെ? ഫിനാൻസ് മാനേജർക്ക്, ഫിനാൻസ് സ്റ്റാഫിന്, ഓഫീസർക്ക് എന്താണ് റോള് കൊടുത്തിരിക്കുന്നത് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? പിന്നെന്താണ്? ഫസ്റ്റ് ഡിസാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ദ സ്പെസിഫിക് റോൾ അല്ലെ? ഓരോ പ്ലാനിനെ, ഓരോ റോളിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് എന്താണ് പറഞ്ഞു കൊടുക്കുക അല്ലെ? കൂടാതെ എന്താണ്? എഡ്യൂക്കേഷൻ, അവർക്ക് വേണ്ട ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും കൊടുക്കണോ? അറിവും കൊടുക്കണം അല്ലെ? ഓരോ സ്റ്റാഫുകൾക്കും കൊടുത്തിട്ടുള്ള ഡ്യൂട്ടീസിന് അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കണ്ടേ? കൊടുക്കണോ? അപ്പൊ അവർക്ക് വേണ്ട എന്താണ്? എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും കൊടുക്കുക. പിന്നെന്താണ്? സ്പെസിഫിക് റോൾസ് ഓഫ് ഈച്ച് സ്റ്റാഫ് മെമ്പേഴ്സ് ഇൻ ദ ഇവന്റ് ഓഫ് ഡിസാസ്റ്റർ. ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് ഓരോ സ്റ്റാഫുകൾക്കും കൊടുത്തിട്ടുള്ള റോള്, ഉത്തരവാദിത്വങ്ങൾ എന്താണെന്ന് അവർക്ക് പറഞ്ഞ് കൊടുക്കുക. മോസ്റ്റ് ഓഫ് ദ എക്സിസ്റ്റിംഗ് കാറ്റഗറീസ് ഓഫ് ഹെൽത്ത് സ്റ്റാഫ് ആർ നീഡഡ് ടു പ്ലേ എ മേജർ റോൾ ഇൻ ദ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ. എന്താണ്? നമ്മുടെ ഹോസ്പിറ്റലിലെ ഇപ്പൊ നിലവിലുള്ള ഒരു ഡിസാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമ്പോൾ ആ ഹോസ്പിറ്റലിൽ അപ്പൊ നിലവിലുള്ള എല്ലാ സ്റ്റാഫുകളെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കുന്നത്. ഒരു സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്നില്ല, മാറ്റി നിർത്തുന്നില്ല. ക്ലിയർ ആയോ? അപ്പൊ നമുക്കറിയാം, ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് സ്റ്റാഫുകളുടെ ആവശ്യം വേണ്ടി വരുമല്ലോ. ഒരുപാട് സ്റ്റാഫുകളുടെ ആവശ്യമായിട്ട് വരില്ലേ? അവർ ആ നോർമൽ കപ്പാസിറ്റിയിൽ ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോൾ അല്ലെ, അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ ഏതെങ്കിലും സ്റ്റാഫുകളുടെ നീക്കി നിർത്താൻ പറ്റുമോ? ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കുമ്പോൾ ഏതെങ്കിലും സ്റ്റാഫുകളെ നീക്കി നിർത്താൻ പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ എന്താണ്? ഇപ്പൊ നിലവിൽ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു എമർജൻസി പ്ലാൻ തയ്യാറാക്കുമ്പോൾ ഹോസ്പിറ്റലിൽ നിലവിലുള്ള എല്ലാ സ്റ്റാഫുകളെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും അത് പ്രിപ്പയർ ചെയ്യുന്നത്, റെഡിയാക്കുന്നത്. ക്ലിയർ ആയോ? Okay. Next, all of them required to be ready for the necessary managerial and technicals for the effective and systematic management of disaster. എന്താണ്? അവർക്ക് ലഭിക്കുന്ന അല്ലെ, അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷനിലൂടെ, കൂടാതെ എന്താണ്? ട്രെയിനിങ്ങുകളിലൂടെ അല്ലെ, അവർക്ക് എന്താണ് നെസസറി ആയിട്ടുള്ള അല്ലെ, അവർക്ക് അത്യാവശ്യമായിട്ടുള്ള മാനേജറിയൽ ആൻഡ് ടെക്നിക്കൽ സ്കില്ലുകൾ ഉണ്ടായിട്ടുണ്ടാവോ? കിട്ടോ?
ഒരു ഡിസാസ്റ്റർ വരുമ്പോഴേക്കും അല്ലെ, ഒരു ഡിസാസ്റ്റർ സംഭവിക്കുമ്പോഴേക്കും അവർക്ക് ലഭിക്കുന്ന ഈ എന്താണ് നമ്മൾ പറഞ്ഞു, റെഗുലർ ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ ലഭിക്കുന്നതിലൂടെ അവർക്ക് വേണ്ട സാങ്കേതിക വൈദഗ്ധ്യവും കാര്യക്ഷമതയും ഒക്കെ ഉണ്ടാവില്ലേ ട്രെയിനിങ് ലഭിക്കുന്നതിലൂടെ? ഉണ്ടാവോ? നമുക്ക് ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ട്രെയിനിങ്ങുകൾ ലഭിക്കുമ്പോൾ, പരിശീലനങ്ങൾ ലഭിക്കുമ്പോൾ നമ്മുടെ സ്കില്ല് വർദ്ധിക്കുകയാണോ ചെയ്യുന്നത്? നമ്മുടെ സ്കില്ല്, നമ്മുടെ എബിലിറ്റി ഒക്കെ വർദ്ധിക്കുകയല്ലേ ചെയ്യുന്നത്? അപ്പൊ ഈ സ്റ്റാഫുകൾക്ക് ഇങ്ങനെ റെഗുലർ ആയിട്ടുള്ള ട്രെയിനിങ് ലഭിക്കുന്നതിലൂടെ ഒരു ഡിസാസ്റ്റർ സംഭവിക്കുമ്പോഴേക്കും അവരുടെ എന്താണ് ടെക്നിക്കൽ സ്കില്ലുകള്, മാനേജറിയൽ സ്കില്ലുകളൊക്കെ വർദ്ധിച്ചിട്ടുണ്ടാവുമോ? സാങ്കേതിക വൈദഗ്ധ്യങ്ങള്, അവർക്ക് വേണ്ട കഴിവുകളൊക്കെ വർദ്ധിച്ചിട്ടുണ്ടാവില്ലേ? അതാണ് ആ സെന്റൻസിൽ പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ എല്ലാവരും? ക്ലിയർ ആയോ? നെക്സ്റ്റ്, a hypothetical disaster drill is used to perfect a hospital response to a particular emergency situation. ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഡിസാസ്റ്റർ ഡ്രില്ലിലൂടെ, ഹൈപ്പോത്തറ്റിക്കൽ എന്ന് പറഞ്ഞാല് സാങ്കല്പികമായിട്ടുള്ള ഡിസാസ്റ്റർ ഡ്രില്ലിലൂടെ എന്താണ്, ഒരു എമർജൻസി, പെർട്ടിക്കുലർ ആയിട്ടുള്ള എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ? ഇപ്പൊ നമുക്ക് ട്രെയിനിങ്ങുകൾ തരുമ്പോ ഈ NCCയിലൊക്കെ ട്രെയിനിങ്ങുകൾ കിട്ടാറില്ല. NCCയിലൊക്കെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ സ്കൂളില്? അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, അവര് ഒരുപാട് ട്രെയിനിങ്ങുകൾ നൽകുന്നുണ്ട് അല്ലെ? ഫസ്റ്റ് എയ്ഡ് എങ്ങനെ കൊടുക്കണം അല്ലെ, ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ടോ? പിന്നെ എന്തൊക്കെ പറഞ്ഞു തരുന്നുണ്ട്? കുറെ ക്ലാസ് ഉണ്ടാവും. ചിലയിടത്ത് നീന്തുന്നതിനൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? നീന്തലിനുള്ള പരിശീലനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ആവശ്യമെങ്കിൽ അല്ലെ, ആവശ്യമെങ്കിൽ അവർക്ക് അത് ഉപയോഗിക്കാനല്ലേ? ചിലപ്പോൾ എമർജൻസി സിറ്റുവേഷൻ എക്സ്പെർട്ട് ആകാനും, കൂടാതെ എന്താണ്, ചിലപ്പോൾ എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് അത് ഉപയോഗിക്കാലോ, ആ സ്കിൽ ഉപയോഗിക്കാൻ സാധിക്കില്ലേ പെർഫെക്റ്റ് ആയ രീതിയിലാണ്. ഒരാളെ വെള്ളത്തിൽ മുങ്ങിപ്പോവാണ്, അവർക്ക് അവരെ രക്ഷിക്കാൻ പറ്റുമോ? രക്ഷിക്കാൻ പറ്റുമോ? അപ്പൊ എന്താണ്, അതിനു വേണ്ടിയിട്ടാണ് അല്ലെ ഈ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള, അതല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇപ്പൊ നിങ്ങൾ സിനിമയിൽ കാണാറില്ലേ ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുന്നതൊക്കെ കാണാറുണ്ടോ? അത് ശരിക്കും സംഭവിക്കുന്നതാണോ? ശരിക്കും ഉണ്ടാക്കുന്നതാണോ? അവര് ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ? ആ ഒരു സിറ്റുവേഷന് വേണ്ടി അവർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അല്ലെ? അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള ഹൈപ്പോത്തറ്റിക്കൽ ഡിസാസ്റ്റർ, സാങ്കല്പികമായിട്ടുള്ള ഡ്രിൽ വർക്കുകൾ കൊടുക്കുന്നുണ്ട്. ഒരു തീപിടുത്തം ഉണ്ടായി, അതല്ലെങ്കിൽ എന്താണ് ഗ്യാസ് ലീക്കേജ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവന്നു, അപ്പൊ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാന്നുള്ള ഒരു സാങ്കല്പിക ട്രെയിനിങ് കൊടുക്കുകയാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കോ പെർഫെക്റ്റ് ആയിട്ട്? അപ്പൊ എന്താണ് ഇതിൽ പറയുന്നത്, ഒരു സാങ്കല്പിക ഡിസാസ്റ്റർ ഡ്രില്ലുകൾ അല്ലെ, ഡിസാസ്റ്റർ ഡ്രില്ലുകൾ പേഷ്യൻസിന് സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ, നൽകുന്നതിലൂടെ ആശുപത്രിയുടെ പ്രതികരണം അല്ലെ, എമർജൻസി സിറ്റുവേഷനിലുള്ള റെസ്പോണ്ട് പെർഫെക്റ്റ് ആക്കാനായിട്ട് അല്ലെ, മികച്ചതാക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയത്? ഇപ്പൊ നമുക്ക് അർജുന മിസ്സായ സമയത്ത് ഒരു നീന്തൽ വിദഗ്ധൻ വന്നല്ലേ, ഓർമ്മയുണ്ടോ? ഇല്ലേ? അപ്പൊ എന്താണ്, അദ്ദേഹത്തിന് അത്രയും നല്ല ട്രെയിനിങ്ങുകൾ അല്ലെ, അത്രയും നല്ല എക്സ്പീരിയൻസ് കിട്ടിയത് കൊണ്ടല്ലേ അത്രയും നേരം ആൾക്ക് ആ വെള്ളത്തില് മുങ്ങിക്കിടന്നല്ലേ, മുങ്ങൽ വിദഗ്ധൻ അല്ലേ, കിരൺ അങ്ങനെയാ പറഞ്ഞത് അല്ലേ? അത്രയും നേരം ആ വെള്ളത്തില് മുങ്ങിക്കിടന്ന് ആളെ സെർച്ച് ചെയ്യാൻ സാധിച്ചത്
അപ്പൊ അതേപോലെ എന്താണ് ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് ഇങ്ങനെയുള്ള സാങ്കല്പികമായിട്ടുള്ള ഡ്രില്ലുകൾ പരിശീലനങ്ങൾ ലഭിക്കുന്നതിലൂടെ എന്താണ് ഹോസ്പിറ്റലിലെ അടിയന്തര സിറ്റുവേഷൻ എന്താണ് മികച്ചതാക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നു. ക്ലിയർ ആയോ? നെക്സ്റ്റ് പറയുന്നത് ഇഫക്റ്റീവ് ഡിസാസ്റ്റർ ഡ്രിൽ. ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള ഒരു ഡിസാസ്റ്റർ ഡ്രില്ലാണ് നടക്കുന്നതെങ്കിൽ ഡ്രില്ലാണെങ്കിൽ എന്തായിരിക്കും? ഹാസ് ടു ബി റിയലിസ്റ്റിക്, ഇന്ററാക്റ്റീവ് ആൻഡ് മോഡറേറ്റ്ലി സ്ട്രെസ്ഫുൾ ഫോർ ദി പാർട്ടിസിപ്പന്റ്. അല്ലെ, അതിൽ പങ്കെടുക്കുന്ന ആ ഡ്രിൽ വർക്കുകൾ ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്തുണ്ടാവും? യാഥാർത്ഥ്യ ബോധ്യം ഉണ്ടാവും. അല്ലെ, ശരിക്കും ഇങ്ങനെയായിരിക്കാം സംഭവിക്കുന്നത്. അല്ലെ, ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാല് എന്താണ് ഫ്യൂച്ചറിൽ അല്ലെ ശരിക്കും ഇങ്ങനെയായിരിക്കാം സംഭവിക്കുന്നതെന്ന് യാഥാർത്ഥ്യ ബോധ്യം ഉണ്ടായിരിക്കോ? റിയലിസ്റ്റിക് ആയിരിക്കോ? ഒരു തീപിടുത്തം ഉണ്ടായാല് അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാല് നമ്മ ഇങ്ങനെയായിരിക്കും അല്ലെ പ്രവർത്തിക്കേണ്ടത്, നമ്മ ഇങ്ങനെയായിരിക്കും ആക്ട് ചെയ്യേണ്ടതെന്ന് അവർക്കൊരു യാഥാർത്ഥ്യ ബോധ്യം ഉണ്ടായിരിക്കോ? ഇല്ലേ? അപ്പൊ അവർക്ക് എന്താണ് യാഥാർത്ഥ്യ ബോധ്യമുണ്ടായിരിക്കും. കൂടാതെ എന്താണ് ഇന്ററാക്റ്റീവ് ആയിരിക്കും അല്ലെ, സംവേദനാത്മകമായിരിക്കില്ലേ, ഇന്ററാക്റ്റീവ് ആയിരിക്കില്ലേ? അവർക്ക് ശരിക്കും ആ ഒരു സംഭവം അവർ അനുഭവിക്കുന്നത് പോലെയല്ലേ അവർക്ക് ഫീൽ ചെയ്യുന്നത്? തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് അല്ലെ, ഗ്യാസ് ലീക്കേജ് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പേഷ്യൻസിനെ അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് അല്ലെ, അങ്ങനെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ശരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അല്ലെ, ആണോ? സംവേദനാത്മകമായിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇനി എന്താണ് സമുദ്രത്തിന്റെ അടിയിലേക്ക് കൂടി പോണ പോലെ നിങ്ങൾക്ക് ഇപ്പൊ അക്വേറിയം ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടല്ലോ ഒരുപാട് സ്ഥലങ്ങളില്. ചാവക്കാടൊക്കെ പോയിട്ടുണ്ടോ? ആരെങ്കിലും പോയിട്ടുണ്ടോ അങ്ങനെ? അക്കോശം എന്നും പറഞ്ഞിട്ട് അപ്പൊ നമ്മ അതിന്റെ അടിയിൽ കൂടെ പോകുമ്പോൾ നമുക്ക് എങ്ങനെയാ ഫീൽ ചെയ്യുന്നേ? നമ്മ അതിന്റെ ഉള്ളിൽ കൂടെ നമ്മ പോകുമ്പോഴേ നമുക്ക് എങ്ങനെയാ ഫീൽ ചെയ്യുന്നേ? ഒരു നല്ല രീതിയിലുള്ള ഒരു ആഘോഷമാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുന്നത്? ഒറിജിനാലിറ്റി തോന്നോ? ഒറിജിനാലിറ്റി തോന്നും അല്ലെ, മീനുകൾ നമ്മുടെ അടുത്തേക്ക് വരുന്നത് പോലെ. കടലിന്റെ ഉള്ളിൽ കൂടി നമ്മ പോകുന്ന പോലെ ഫീൽ ചെയ്യും, മീനുകളുടെ നമ്മുടെ നേരെ ഇവിടെ വരുന്നത് പോലെ ഫീൽ ചെയ്യും അല്ലെ? ചെയ്യാറുണ്ടോ? പിന്നെ അനിമേഷൻ മൂവീസ്, 3D ആനിമേഷൻ മൂവീസ് കാണാറുണ്ടോ? 3D ആനിമേഷൻ മൂവീസ് അതൊക്കെ കാണുമ്പോ നമ്മ കണ്ണട വെച്ചിട്ട് അല്ലെ, ഗ്ലാസ് വെച്ചിട്ട് കാണാറില്ലേ? 3D ഗ്ലാസ് വെച്ചിട്ട് കാണാറുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാ ഫീൽ ചെയ്യുന്നത്? നമ്മ ശരിക്കും അനുഭവിക്കുന്നത് പോലെയല്ലേ നമുക്ക് തോന്നുന്നത്, എക്സ്പീരിയൻസ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ശരിക്കും ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഡിസാസ്റ്റർ വർക്ക് ആണെങ്കിൽ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അങ്ങനെ തന്നെയല്ലേ തോന്നാം? ഒറിജിനാലിറ്റി തോന്നും അല്ലെ, റിയലിസ്റ്റിക് ആണെന്ന് തോന്നും, സംവേദനാത്മകമാണെന്ന് തോന്നും. അവർക്ക് തന്നെ ഒരു സ്ട്രെസ് ഉണ്ടാവോ? സമ്മർദ്ദം ഉണ്ടാവും അല്ലേ? ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണ്ടേ അല്ലേ, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാല് ഞാൻ ഇങ്ങനെയൊക്കെ റെസ്പോണ്ട് ചെയ്യണ്ടേ അല്ലേ? ഇത്രയും ഒരു എമർജൻസി അല്ലേ, ഇത്രയും റിസ്ക് ഉണ്ടാവും അല്ലേ? അവർക്ക് അതിനൊരു സ്ട്രെസ് ഉണ്ടാവുന്നുണ്ടോ? ക്ലിയർ ആയോ പറഞ്ഞത്? എന്തൊന്നും പറയാത്തെ? ക്ലിയർ ആയില്ല? ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ ആണോ? ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു ഡിസാസ്റ്റർ ഡ്രില്ലാണ് ആ പാർട്ടിസിപ്പന്റ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് എങ്ങനെയായിരിക്കും? ഒരു റിയലിസ്റ്റിക് ആയിരിക്കും അല്ലെ, യഥാർത്ഥ ബോധ്യം ഉണ്ടായിരിക്കും, ഇന്ററാക്റ്റീവ് ആയിരിക്കും, സംവേദനാത്മകമായിരിക്കും.
കൂടാതെ അതിൽ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആ സ്റ്റാഫുകൾക്ക് എന്താണ് കുറച്ച് സ്ട്രെസ് ഉണ്ടായിരിക്കും അല്ലെ, സമ്മർദ്ദമുള്ളതായിരിക്കും. ക്ലിയർ ആയോ? നെക്സ്റ്റ് പറയുന്നത് the objective of mock drill is to assess the emergency preparedness plans of the organization and scrutinize standard operating procedures so that concerned person would perform their duties in an effective manner while keeping in cognizance of life and property. എന്താണ് ഒരു മോക്ക് ഡ്രില്ലിന്റെ ലക്ഷ്യം എന്തായിരിക്കും? ഒബ്ജക്റ്റീവ്സ് എന്തായിരിക്കും? എന്താണ്? എമർജൻസി പ്രിപ്പയർഡ്നെസ് പ്ലാൻ ഓഫ് ദി ഓർഗനൈസേഷൻ അല്ലെ. ഒരു ഓർഗനൈസേഷന്റെ ഒരു എമർജൻസി പ്ലാനിന് വേണ്ട ഒരു പ്രിപ്പയർഡ്നെസ് ആണോ? തയ്യാറെടുപ്പ് അല്ലെ. ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാല് ആ എമർജൻസി പ്ലാനിന് വേണ്ട ഒരു തയ്യാറെടുപ്പ് അല്ലെ. കൂടാതെ എന്താണ്? സ്ക്രൂട്ടിനൈസ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് അല്ലെ. നമുക്കറിയാം ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനില് അല്ലെങ്കിൽ മാനുവലിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ അവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അല്ലെ. അവർ എന്തൊക്കെ നടപടിക്രമങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. പറഞ്ഞിട്ടുണ്ടാവോ? അപ്പൊ ആ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിനെ സൂക്ഷ്മ പരിശോധന നടത്താം അല്ലെ, സ്ക്രൂട്ടിനൈസ് ചെയ്യുക. കൂടാതെ എമർജൻസി പ്രിപ്പയർഡ് പ്ലാൻ, എമർജൻസി പ്ലാന് വിലയിരുത്തലുമാണ്. ക്ലിയർ ആയോ? ഒരു മോക്ക് ഡ്രില്ലിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ആ ഹോസ്പിറ്റലിലെ ഓർഗനൈസേഷന്റെ എമർജൻസി പ്ലാൻ അവര് എമർജൻസി പ്ലാൻ വന്നു കഴിഞ്ഞാൽ അല്ലെ, ഇപ്പൊ എന്താണ് ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് എമർജൻസി മാനേജ്മെന്റ് പ്ലാനിൽ എന്തായിരിക്കും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക? ഒരു തീപിടുത്തം, ഒരു ഫയർ ഉണ്ടായി, അപ്പൊ അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളായിരിക്കോ പ്ലാൻ ചെയ്യുന്നത്, ആസൂത്രണം ചെയ്യുന്നത്. ആണോ? എമർജൻസി മാനേജ്മെന്റ് പ്ലാനില് എന്തായിരിക്കും? ഓരോ പ്രവർത്തനങ്ങൾക്കും നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ വ്യത്യാസമുണ്ടോ? തീപിടുത്തം ഉണ്ടായാൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണോ ഗ്യാസ് ലീക്കേജ് ഉണ്ടായാൽ ചെയ്യുന്നത്? ട്രീറ്റ്മെന്റുകള് അല്ലെ? ആണോ? അല്ല അല്ലെ. അപ്പൊ ഓരോന്നിനും വ്യത്യസ്തങ്ങളായിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് അല്ലെ, പ്രൊസീജിയർ അല്ല അവര് ചെയ്യുന്നത്. അപ്പൊ കൊടുക്കുന്ന ഡ്രിൽ വർക്കുകൾ എങ്ങനെയുള്ളതായിരിക്കും? അതിനനുസൃതമായിട്ടുള്ളതായിരിക്കും അല്ലെ. ഓരോ ഡിസാസ്റ്ററിനും ആപ്റ്റ് ആയിട്ടുള്ളതായിരിക്കില്ലേ. അപ്പൊ ഡ്രിൽ വർക്കുകൾ ചെയ്യുമ്പോൾ അവർ എന്താ ചെയ്യുന്നത്? അവര് പ്രിപ്പയർ ചെയ്ത ആ പ്ലാൻ വിലയിരുത്തോ? എമർജൻസി മോക്ക് ഡ്രിൽ ചെയ്യുമ്പോൾ അല്ലെ വിലയിരുത്തും. പിന്നെ എന്താണ് അവര് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അല്ലെ, അവർ ഒരുപാട് നടപടിക്രമങ്ങൾ ചെയ്യല്ലേ, അതൊക്കെ സൂക്ഷ്മ പരിശോധന ചെയ്യോ? നമ്മൾ ഡ്രിൽ വർക്കുകൾ ചെയ്യുമ്പോ, മോക്ക് ഡ്രില്ലുകൾ ചെയ്യുമ്പോ സ്ക്രൂട്ടിനൈസ് ചെയ്യും. സ്ക്രൂട്ടിനൈസ് എന്ന് പറഞ്ഞാല് സൂക്ഷ്മ പരിശോധന നടത്തുക. ക്ലിയർ ആയോ? അത് പിന്നെ എന്താ പറയുന്നത്? സോ ദാറ്റ്, അതുകൊണ്ട് ഇപ്പൊ സൂക്ഷ്മ പരിശോധന നടത്തുന്നുണ്ട്, പിന്നെ എന്താണ് വിലയിരുത്തുന്നുണ്ട്, മോക്ക് ഡ്രില്ലുകള് വിലയിരുത്തുന്നുണ്ട്. അപ്പൊ അവർക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്? സോ ദാറ്റ് concerned person would perform their duties in an effective manner while keeping in cognizance of life and property. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെയുള്ള സ്ക്രൂട്ടിനൈസും ഇവാലുവേഷൻ അല്ലെ, വിലയിരുത്തലൊക്കെ നടത്തുന്നതിലൂടെ അതുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്ക് ജീവനും അല്ലെ അവരുടെ സ്വത്തും അറിഞ്ഞുകൊണ്ട് അവരെ എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? നഷ്ടപ്പെടുത്താൻ ശ്രമിക്കോ? ലോസ് ചെയ്യാൻ ശ്രമിക്കോ? നഷ്ടപ്പെടുത്താൻ ശ്രമിക്കോ? ഇല്ല. അവരെന്ത് ചെയ്യും? ഇഫക്റ്റീവായ രീതിയിൽ അല്ലെ ഫലപ്രദമായി നിർവഹിക്കാൻ ശ്രമിക്കോ മോക്ക് ഡ്രില്ലുകൾ ചെയ്യുന്നതിലൂടെ?
അവർക്കറിയാം കറക്റ്റ് ആയിട്ടുള്ള ഒരു മോക്ക് ഡ്രില്ല് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റുമോ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാല് അവരെ ജീവന് ഭീഷണിയാണ് അല്ലെ അറിയാൻ സാധിക്കും അവർക്ക് അപ്പൊ അവർ അതനുസരിച്ചല്ലേ പ്രവർത്തിക്കുള്ളൂ അപ്പൊ അതൊക്കെ അവര് ഡ്രിൽ വർക്കുകളില് അവർക്ക് അതിനുള്ള പരിശീലനങ്ങൾ ലഭിച്ചു കഴിഞ്ഞാല് അതൊക്കെ അവർ മുൻകൂട്ടി കണ്ടിട്ടല്ലേ അവര് പ്രവർത്തനങ്ങൾ എഫക്റ്റീവായി ചെയ്യല്ലേ ഉള്ളൂ അല്ലേ ക്ലിയർ ആയോ മോക്ക് ഡ്രില്ലിന്റെ ലക്ഷ്യം ക്ലിയർ ആയോ ഓക്കെ ആണോ എല്ലാവരും മനസ്സിലാകുന്നുണ്ടോ മിസ് പറഞ്ഞെന്ന് മനസ്സിലാവുന്നുണ്ടോ ഈ ചാപ്റ്റർ ഇങ്ങനെയാണ് കേട്ടോ അതുകൊണ്ടാണ് മിസ് ആദ്യം തന്നെ പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതുകൊണ്ടാണ് മിസ് കുറച്ചുകൂടി സ്ലോയും പറയുന്നുണ്ട് കുറച്ച് പാടാണ് അപ്പൊ മിസ് അതാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ക്ലിയർ ആവുന്നുണ്ടോ മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് കേട്ടോ അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചോ മിസ് ഒന്നുകൂടെ പറഞ്ഞു തരാം കേട്ടോ നമുക്ക് ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ പ്രശ്നമില്ല സിമ്പിൾ ആണ് നെക്സ്റ്റ് എടുത്തോട്ടെ ഇത് ക്ലിയർ ആയോ പ്രീ ഡിസാസ്റ്റർ ഫേസ് ക്ലിയർ ആയോ മോക്ക് ഡ്രിൽ ഒന്നുകൂടെ പറയണം ഇത് ഒബ്ജക്റ്റീവ്സ് ആണോ ഒബ്ജക്റ്റീവ് ആണോ ആര്യ ഒബ്ജക്റ്റീവ് ദ ഒബ്ജക്റ്റീവ് ഓഫ് മോക്ക് ഡ്രിൽ ഒരു മോക്ക് ഡ്രിൽ നടത്തുന്നത് കൊണ്ടുള്ള ഉദ്ദേശം അല്ലെ ഒബ്ജക്റ്റീവ് എന്താണ് to assess the emergency prepared plans of the ഓർഗനൈസേഷൻ അല്ലെ ഓർഗനൈസേഷൻ എന്ത് ചെയ്തിട്ടുണ്ടാവും ഓരോ സിറ്റുവേഷനും അനുസൃതമായിട്ടുള്ള എമർജൻസി പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടാവുമല്ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിട്ടല്ലോ വയറെന്നാൽ എന്ത് ചെയ്യണം അല്ലേ അപ്പൊ ആ ഒരു എന്താണ് എമർജൻസി പ്ലാന് വിലയിരുത്തുന്നുണ്ട് അല്ലെ മോക്ക് ഡ്രില്ലുകളിലൂടെ ചെയ്യുന്നുണ്ടോ മോക്ക് ഡ്രില്ലുകളിലൂടെ ആ ഒരു എമർജൻസി പ്ലാൻ വിലയിരുത്തുന്നു കൂടാതെ ആ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് അല്ലെ എന്താണ് നമുക്കറിയാം എമർജൻസി പ്ലാനിൽ ഓരോ സ്റ്റാഫുകളും ഓരോ പേഴ്സൺസും ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടാവോ അല്ലേ മാനുവല് അപ്പൊ അവർക്ക് അതിനനുസരിച്ചുള്ള ഡ്രിൽ വർക്കുകളല്ലേ കൊടുക്കുന്നത് അവർക്ക് അതിനനുസരിച്ചുള്ള ഡ്രിൽ വർക്കുകളല്ലേ കൊടുക്കുന്നത് അപ്പൊ അവരുടെ ആ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അല്ലെ ആ എമർജൻസി പ്ലാനിനുള്ള പ്ലാൻ നടപ്പിലാക്കുന്നതിന് വേണ്ട പ്രൊസീജിയർ നടപടിക്രമങ്ങള് സൂക്ഷ്മ പരിശോധന നടത്തുന്നു ക്ലിയർ ആയോ അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലെ അങ്ങനെ ഒരു സൂക്ഷ്മ പരിശോധന നടത്തുക അല്ലെങ്കിൽ എമർജൻസി പ്ലാൻസ് വിലയിരുത്തുക ചെയ്യുന്നതിലൂടെ എന്താണ് ഓരോ സ്റ്റാഫുകൾക്ക് അല്ലെ ഓരോ പേഴ്സണും എന്താണ് അവർക്ക് കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അല്ലെ റെസ്പോൺസിബിലിറ്റീസ് ഡ്യൂട്ടീസ് അവരുടെ ഡ്യൂട്ടീസ് എന്താണ് കറക്റ്റ് മാനറിൽ അവർ ചെയ്യുന്നുണ്ടോ എഫക്റ്റീവ് ആയിട്ട് ചെയ്യില്ലേ അവർക്ക് എന്താണ് ഈ അവരുടെ ജീവനോ പ്രോപ്പർട്ടിക്കോ അല്ലെ സ്വത്തിനോ ഒരു നാശങ്ങളും വരുത്താതെ അവര് കാര്യക്ഷമമായി ചെയ്യുന്നു അല്ലെ ഫലപ്രദമായി നിർവഹിക്കുന്നു ക്ലിയർ ആയോ ഓക്കെ ആണോ ഇപ്പൊ ഒരു കറക്റ്റ് രീതിയിലുള്ള ഒരു ഡ്രില്ലാണ് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് ആണ് അവർക്ക് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് അറിയാം അല്ലെ തീപിടുത്തം ഉണ്ടായാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാല് അവരുടെ ജീവൻ നഷ്ടപ്പെടും അല്ലെ അവർക്കറിയാൻ സാധിക്കുന്നുണ്ടോ അപ്പൊ അവരതൊക്കെ നോക്കിയിട്ടല്ലേ അവര് ചെയ്യുള്ളൂ പ്രവർത്തിക്കുള്ളൂ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാല് അവരതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടല്ലേ അവർ ചെയ്യുന്നുള്ളൂ അപ്പൊ അവർക്ക് എന്താണ് ഫലപ്രദമായി അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അവരുടെ ഡ്യൂട്ടീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ മോക്ക് ഡ്രില്ലുകൾ ചെയ്യുന്നതിലൂടെ ഓക്കെ ആയോ അഞ്ജലി
ക്ലിയർ ആയോ? ഇപ്പൊ മോക്ക് ഡ്രില്ലിന്റെ ഒബ്ജക്റ്റീവ്സ് ക്ലിയർ ആയോ? നെക്സ്റ്റ് ട്രെയിനിങ് ഫോർ പ്രിപ്പയർഡ്നെസ് ഷുഡ് ഇൻക്ലൂഡ്. എന്താണ് നമുക്ക് ഈ ട്രെയിനിങ്ങിന് വേണ്ട അല്ലെ, എമർജൻസി ട്രെയിനിങ്ങിൽ ഉൾപ്പെടുത്തേണ്ട, പ്രിപ്പയർഡ് ചെയ്യുമ്പോൾ അല്ലെ, തയ്യാറെടുപ്പുകൾ നടത്തുന്ന പരിശീലനത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്? ഇഫക്റ്റീവ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഫ്രം ഫോളിംഗ് ഡിബ്രീസ്. ഡിബ്രീസ് എന്ന് പറഞ്ഞാല് അവശിഷ്ടങ്ങളും, നമ്മുടെ മേത്തേക്ക് വീഴുന്ന അവശിഷ്ടങ്ങളിൽ നിന്ന് ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഉണ്ടാക്കണോ? ഇപ്പൊ തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാല് എന്താണ് ഒരു ഭാഗം സെക്ഷൻ തീപിടിക്കുമ്പോൾ അത് ആ പ്രവർത്തനങ്ങളിൽ, ആ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളുടെ മേത്തേക്ക് എന്തെങ്കിലുമൊക്കെ വീഴൂലേ? മോളിൽ നിന്ന് അവശിഷ്ടങ്ങൾ വീഴൂലേ? ഡിബ്രീസ് എന്ന് പറഞ്ഞാൽ അവശിഷ്ടങ്ങൾ വീഴോ? തീപിടിച്ചതാവുന്ന അവശിഷ്ടങ്ങൾ അവരുടെ മേത്തേക്ക് വീഴും അല്ലെ? അപ്പൊ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, സുരക്ഷിതരാവാനായിട്ട് അവരെന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കണം എന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കണോ? അവർക്ക് അതിന് വേണ്ട ട്രെയിനിങ്ങുകൾ കൊടുക്കണോ? കൂടാതെ എന്താണ് അവർക്ക് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ കൊടുക്കണം അല്ലെ? എന്തായാലും ജിനു എന്ന് പറഞ്ഞത് വേണ്ടേ? ട്രെയിനിങ് കൊടുക്കണ്ടേ അവർക്ക്? അത് അവർ നേരെ വീഴാതിരിക്കാൻ അവരെന്തൊക്കെ കാര്യങ്ങൾ സ്വീകരിക്കണം അല്ലെ, എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? ട്രെയിനിങ് കൊടുക്കണ്ടേ? കൂടാതെ എന്താണ് അവർക്ക് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ കൊടുക്കണം അല്ലെ? അവരുടെ ശരീരത്തില് ആ ഡിബ്രീസിലെ അവശിഷ്ടങ്ങൾ വീണ് കഴിഞ്ഞാൽ അവർക്ക് യാതൊരു വിധത്തിലുള്ള അപകടങ്ങളും ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ എക്യുപ്മെന്റുകൾ കൊടുക്കണോ? അപ്പൊ അതൊക്കെയാണ് ഫസ്റ്റ് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. ലിജി ക്ലാസ് മിസ്സിന്റെ റെക്കോർഡഡ് ക്ലാസ് കാണാം കേട്ടോ. നെക്സ്റ്റ് പ്രോംപ്റ്റ് റെസ്ക്യൂ ഓഫ് ദി വൂണ്ടഡ്. എന്താണ്? പരിക്കേറ്റവരെ ഉടൻ രക്ഷപ്പെടുത്തണം അല്ലെ? ഇഞ്ചുറീസ് പറ്റിയവരൊക്കെ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുത്തണ്ടേ? ബ്ലീഡിംഗ് ഒക്കെ ഉള്ളവരാ, അല്ലെങ്കിൽ തീപ്പൊള്ളലേറ്റ് അല്ലെ? അപ്പൊ അതിന് വേണ്ട ട്രെയിനിങ് കൊടുക്കണോ? അവരെ എങ്ങനെ രക്ഷപ്പെടുത്തണം അല്ലെ? അവരെ എങ്ങനെ നമ്മ കൊണ്ടുപോകണം അല്ലെ? ഷിഫ്റ്റ് ചെയ്യണം അല്ലെ? അപ്പൊ അതിന് വേണ്ട എന്താണ് ട്രെയിനിങ്ങുകൾ നൽകുക. ട്രേജ് ഓഫ് ദി വൂണ്ടഡ് അല്ലെ? എന്താണ്? പരിക്കേറ്റവർക്ക് ട്രേജ് കൊടുക്കണോ? സോർട്ട് ചെയ്യണം അല്ലെ? ഓരോരുത്തരെയും അവരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് സോർട്ട് ചെയ്യണ്ടേ? അപ്പൊ അത് മനസ്സിലാക്കാനായിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കണ്ടേ? സോർട്ട് ചെയ്യേണ്ട രീതിയിലെ. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പോയിട്ട് പറയാണ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും സിറ്റുവേഷൻ സോർട്ട് ചെല്ല ട്രയേജ് കൊടുക്കണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റോ? ചെന്ന് ട്രയേജ് കൊടുക്ക, അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ ക്രൈസിസ് പറ്റോ? അപ്പൊ എന്ത് വേണം? ആ ട്രയേജ് കൊടുക്കുന്നതിന് വേണ്ട ട്രെയിനിങ് കൊടുക്കണോ? നെക്സ്റ്റ് റെസോസിറ്റേഷൻ ആൻഡ് ഫസ്റ്റ് എയ്ഡ് ഫോർ ഇഞ്ചേർഡ് വിക്ടിം അല്ലെ? എന്താണ്? നമ്മ പരിക്കേറ്റവർക്ക് പുനരുജ്ജീവന ചികിത്സ കൊടുക്കണം അല്ലെ? CPR പോലെയുള്ള എന്താ കൊടുക്കണം? ട്രീറ്റ്മെന്റുകൾ കൊടുക്കണ്ടേ? റെസോസിറ്റേഷൻസ്, ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം അല്ലെ? ഇപ്പൊ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് CPR കൊടുക്കാൻ പറ്റോ? കൃത്രിമ ശ്വാസം കൊടുക്കുക, ഹാർട്ടില് പുഷ് ചെയ്യാൻ പറ്റോ? ഇല്ല. അപ്പൊ അതൊക്കെ ഇപ്പൊ നമുക്ക് മിസ് പറഞ്ഞ പോലെ NCC NSS ലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ? ഉടൻ രക്ഷപ്പെടുത്തുക, പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ സഡൻലി. അപ്പൊ അതിന് വേണ്ട ഇഞ്ചേർഡ് വിക്ടിം, പരിക്കേറ്റവർക്ക് റെസോസിറ്റേഷൻ കൊടുക്കാം, ഫസ്റ്റ് എയ്ഡുകൾ കൊടുക്കാം, അതിന് വേണ്ട ട്രെയിനിങ്ങുകൾ കൊടുക്കുന്ന സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്യുക. പ്രൊപ്പോസിഷൻ ഓഫ് റിലീഫ് സപ്ലൈസ്, സർജിക്കൽ എക്യുപ്മെന്റ്, എസെൻഷ്യൽ മെഡിസിൻ, ബ്ലാങ്കറ്റ്. എന്താണ്? ദുരിതാശ്വാസ സാമഗ്രി, റിലീഫ് സപ്ലൈസിന്റെ പ്രൊപ്പോസിഷൻ അല്ലെ? മുൻകരുതല്. നമ്മ പറഞ്ഞു ഹോസ്പിറ്റലിൽ എന്ത് വരും? ഒരു എമർജൻസി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാല് നമുക്ക് റിസോഴ്സുകൾ ഷോർട്ടേജ് വരില്ലേ? വിഭവങ്ങള് ഷോർട്ടേജ് വരും. അപ്പൊ അവര് മുൻകൂട്ടി അതൊക്കെ കരുതണ്ടേ? എങ്ങനെയൊക്കെ അവര് അല്ലെ? അപ്പൊ
സർജിക്കൽ എക്യുപ്മെന്റുകള്, അവർക്ക് ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള മെഡിസിനുകള്, ബ്ലാങ്കറ്റുകൾ അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ് മുൻകരുതൽ, അതൊക്കെ അവർക്ക് എങ്ങനെ ലഭ്യമാക്കാം എന്നതിനെ കുറിച്ച് അവർക്ക് ആദ്യമേ തന്നെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കണം അല്ലെ, അവർക്ക് അതിനു വേണ്ട അറിവ് ലഭിച്ചിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ടെമ്പററി വാട്ടർ സപ്ലൈസ് അല്ലെ, താൽക്കാലിക ജലവിതരണം സ്ഥാപിക്കൽ അല്ലെ. ഇപ്പൊ നമുക്ക് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർ സാധാരണ ഉപയോഗിക്കുന്ന അത്ര വെള്ളം മാത്രമേ അവർക്ക് ആവശ്യമായിട്ട് വരുള്ളൂ, വാട്ടർ മാത്രമേ ആവശ്യമായിട്ട് വരുള്ളൂ, അല്ല അല്ലെ, ഒരുപാട് ആവശ്യമായിട്ട് വരില്ലേ. അപ്പൊ അവർക്ക് അതിന് വേണ്ട വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണ്ടേ, അവർ ആദ്യം മുൻകൂട്ടി അതൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കണ്ടേ, കണ്ടെത്തിയിട്ടുണ്ടായിരിക്കണ്ടേ, അതൊക്കെ ട്രെയിനിങ്ങുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ്, അലോക്കേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ ഡിഫറെന്റ് റിലീഫ് ആക്ടിവിറ്റീസ്, എന്താണ്, വിവിധ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ട ചുമതലകൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെ, ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് അല്ലെ ഓരോരുത്തരും മുൻകൂട്ടി തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കണോ. ഡോക്ടേഴ്സ് എന്ത് ചെയ്യണം അല്ലെ, നഴ്സുമാർ എന്ത് ചെയ്യണം, ക്ലീനിങ് സ്റ്റാഫുകൾ എന്ത് ചെയ്യണം, സെക്യൂരിറ്റി സ്റ്റാഫുകൾ എന്ത് ചെയ്യണം അല്ലെ, ലബോറട്ടറിയിലുള്ളവർ എന്ത് ചെയ്യണം അല്ലെ, ഡയറ്ററി സെക്ഷനിൽ എന്തായിരിക്കണം അവരുടെ ഡ്യൂട്ടീസ് അല്ലെ. അപ്പൊ ഓരോ ഡിഫറെന്റ് റിലീഫ് ആക്ടിവിറ്റീസ്, വിവിധ ദുരിതാശ്വാസ പ്രവർത്തനങ്ങള്, അതിനുള്ള ഉത്തരവാദിത്വങ്ങൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആയോ? ഇന്ന് മിസ് എടുത്ത ഭാഗം ഒക്കെയാണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും നോക്കിയിട്ട് വരണം കേട്ടോ. ലിജി, മിസ്സിന്റെ റെക്കോർഡഡ് ക്ലാസ് കാണാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം കേട്ടോ. മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.